ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം കാടയിറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ടുള്ളൊരു പൂതിയായിരുന്നു കാട കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാക്കൂൻ്റെ അടുത്ത് പറഞ്ഞു കാട കൊണ്ടുവന്ന് തരുമോയെന്ന്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ കാടൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ആക്കി വെള്ളമൊക്കെ വരാൻ വേണ്ടി ഓട്ടപാത്രത്തിൽ ഇട്ട് എടുത്തേക്കാണ്. വെള്ളമൊക്കെ നല്ല വാർന്നിട്ട് വേണം മസാല ഒക്കെ പിടിപ്പിക്കാൻ. അപ്പോൾ ഇതാന്ന് ഇടുക കീറിയിട്ടാട്ടോ കാട എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് കൊഞ്ചലുണ്ട്, പക്ഷെ മുഴുവനായിട്ട് ഇട്ടാൽ മസാല ഒന്നും അതിന് ശരിക്ക് പിടിക്കാനോ പിന്നെ ശരിക്കും ഉള്ളു വേവാനോ ഒക്കെ ഒരു പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ സിമ്പിളായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് നോക്കാം. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു തക്കാളി കഷ്ണം, നല്ല പഴുത്ത തക്കാളിയൊക്കെ ഇട്ടെടുക്കുക. പിന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് 8 കാടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിക്കുള്ള ഒരളവാണ് ഇവിടെ പറയുന്നത്. അപ്പം കാടയ്ക്ക് അനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകമാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അത് കൂടെ തന്നെ ഇട്ട് കൊടുക്കാം, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇനി അടുത്ത പരിപാടി നമുക്ക് കാടയിലേക്ക് നല്ല മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കലാണ് കേട്ടോ. അതിനായിട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടിട്ട് ഈ അരച്ച് വെച്ച മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, മുളകും പൊടി കൂടെ തന്നെ ഇടാത്തത് ഞാനിവിടെ എരിവ് പറ്റാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് കുരുമുളക് പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മസാല ഞാനിട്ട് കാണിക്കാവേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിന് പകുതി ഞാൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. നോർമൽ മുളക് പൊടിയാണ് കേട്ടോ. ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. തക്കാളി ചേർത്തുകൊണ്ട് തന്നെ കൂടുതൽ തൈരിൻ്റെ ആവശ്യമില്ല. ഇനി തൈരിന് പകരം ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്താലും മതി കേട്ടോ. ഇത് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് എത്രയും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അതിനുള്ള ക്ഷമ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് പാൻ ചൂടായിട്ട് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മസാല പുരട്ടി വെച്ച കാടകളൊക്കെ അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്നത് ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കാടൻ്റെ ഒരു വശം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. കാട ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ അത് ഉള്ളു വേവാതെ വരും. മുകളിൽ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേകുകയും ചെയ്യില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടാതെ ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കാടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കാട കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.